ആ പെണ്ണ് ഈ മുത്തല്ലിങ്ങളാണെങ്കിൽ വാത് പറയാൻ വലിയ ഇഷ്ടമാണ്. കാരണം പണ്ടത്തെ കാലം ഓർമ്മ വരും. ഇതൊക്കെ വലിയ വാതിലൊന്നും ഓതാൻ പറ്റൂല. അല്ലാഹു നമ്മുടെ ഉസ്താദന്മാർക്ക് അല്ലാഹു ഖൈർ നൽകട്ടെ. ബഹുമാനരായ ഉസ്താദന്മാരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ നന്മയുടെ പാഠങ്ങൾ അല്ലാഹുവേ ആ രീതിയിൽ പ്രണയത്തെ പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മക്കയിലെ പള്ളിയിൽ ഈശാനിസ്കാരം കിടന്ന് ഇറങ്ങിപ്പോകുന്ന വഴിയിലാണ് കാമുകിയെ കാണുന്നത്. കാമുകിയോട് പറഞ്ഞു, പെണ്ണേ, എനിക്ക് നിന്നോട് പ്രേമമാണ്, നിന്റെ ശരീരം ഞാൻ കൊതിക്കുന്നുവെന്ന്. തീരപരിചകനായി എന്നും കാണുന്ന കാമുകൻ ഒരു നിമിഷം തന്റെ ശരീരത്തെ ചോദിച്ചപ്പോ തന്നെ കാമുകനാണ് മക്കയിലെ പെണ്ണ് മറുപടി പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട കാമുക, എല്ലാവരെയും പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്ന മഹിഷറയിൽ ഈ പ്രണയം നമുക്ക് രണ്ടുപേർക്ക് പ്രയോജനം ചെയ്യുമെന്ന് ആ പ്രണയത്തിന് ഞാൻ തയ്യാറാണ്. ചെറുപ്പക്കാരാ, മഹിഷറയില് കുറ്റം കിട്ടുന്നതാണെങ്കിൽ ഞാനില്ലെന്ന് പറഞ്ഞ കാമുകയുണ്ടായിരുന്നു ചരിത്രത്തിൽ. എല്ലാ പ്രേമമെന്ന് ധരിച്ച, എല്ലാ കാമമെന്ന് ധരിച്ച ജനിച്ച മങ്ങളോട് പോലും പണ്ട് പറയാറുണ്ട്, പെണ്ണ് പ്രായബുദ്ധിയായാൽ അച്ഛനുറക്കമില്ല എന്ന്. കാലം മാറി, അച്ഛനുണ്ടെങ്കിൽ പെണ്ണിനുറക്കമില്ല. അപ്പുറത്തെ റൂമിൽ കിടക്കുന്ന പ്രായബുദ്ധിയായ പെണ്ണ് വാതിൽ കുച്ചിയിടാതെ കിടക്കാൻ പേടിയാണ്. അത് കല്ല് കച്ചവടക്കാരനെ പേടിച്ചിട്ടല്ല, അപ്പുറത്ത് കിടക്കുന്ന ജന്മം നൽകിയ പിതാവിനെ പേടിച്ചിട്ട്. ഒരു പൊന്നുമോൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വരുമ്പോ മലയാളത്തിന്റെ ഒരു ആധുനിക കവിയുണ്ട് സത്താറാദൂർ. അദ്ദേഹത്തിന്റെ 2 വരി കവിത ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം പറയുകയാണ്, പാതിരാത്രിയിൽ തന്നെ മാനം കവരാൻ മലന്ന് നെഞ്ചിലേക്ക് വീഴുന്നവനെ കണ്ടപ്പോ പൊന്നുമോൾ രക്ഷയ്ക്ക് വേണ്ടി അച്ഛാ എന്ന് നിലവിളിക്കാൻ വായ തുറന്നപ്പോഴാണ് വെളിച്ചട്ടവില് കണ്ടത് തന്നെ മാനം കവരാൻ വരുന്നത് തന്റെ അച്ഛനാണെന്ന്. ഇനി അവൾ ആരെയാണ് വിളിക്കുക? ആരോടാണ് അഭയം തേടുക? എല്ലാ പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അത് പതിച്ചു പോകുമ്പോ കാമുകൻ തന്റെ ശരീരത്തെ ചോദിച്ചപ്പോ നാളെ പരലോകത്ത് നമുക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ ഞാനതിന് തയ്യാറാണെന്ന് പറയുന്ന വഴിയരികിൽ കാണുന്ന കാമുകനോട് മഹിഷറെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന തന്റെ ശരീരത്തിൽ തൊടാൻ വരുന്നവനോട് ഇല്ല ഇല്ല, ഇത് പരലോകത്തേക്കാണെങ്കിൽ ഞാനുണ്ടെന്ന് പറയാൻ കഴിയുന്ന ഒരു ഭാര്യക്കും മക്കൾക്കുമാണ്. അല്ലാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ആമീൻ പറ. ഞാൻ സമയമില്ലാത്തോണ്ട് പെട്ടെന്ന് പറഞ്ഞു പോണത്. അല്ലാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെ അങ്ങനെ ആക്കാൻ നമുക്കും മാതാപിതാക്കള് സാലിഹീങ്ങളാവണം. ആദ്യം എന്ത് ചെയ്യണം? മക്കള് നന്നായാ പോരാ, പിന്നെ മാതാപിതാക്കളെ സാലിഹീങ്ങളാവണം. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ ദുആ പഠിപ്പിച്ചത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാദിനാ വ ദുർരിയാതിനാ ഖുർറത അയ്യുനിൻ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും നീ കൺകുളിർമയുള്ളവരാക്കി തരണേ അല്ലാഹ് എന്ന് വാപ്പയെപ്പോഴും ദുആ ചെയ്യണം. എന്നിട്ട് ദുആ തീർന്നിട്ടില്ല. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിനക്ക് കൺകുളിർമയുള്ളവരാകണമെങ്കിൽ നീ മുത്തഖിയായാൽ പോരാ, നീ മുത്തഖീങ്ങളുടെ ഇമാമാവണം. അതാണ് ദുആയുടെ അർത്ഥം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്റെ ഭാര്യയും മക്കളും നന്നാവണമെന്ന് ദുആ ചെയ്താൽ പോരാ. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ ഞാൻ പറയണത്? ഉണ്ടോ മെച്ചന്മാരെ? ഉണ്ടോ ഇല്ലയോ? അത് നിങ്ങൾ ഉറക്കമാണ്. പിന്നെന്താ ഒരു ഹറക്കത്ത് സുക്കൂനില്ലാത്തത്? എന്റെ ഭാര്യയും മക്കളും സാലിഹീങ്ങളാകണമെന്ന് എപ്പോഴും ആണുങ്ങൾ ദുആ ചെയ്യണം. ചെയ്താ പോരാ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ദുആ ചെയ്യുന്ന വാപ്പ മുത്തഖിയായാലും ഇത് നടക്കൂല. പിന്നെയോ മുത്തഖീങ്ങളുടെ ഇമാമാവണം. മുത്തഖിയായാലും ഭാര്യയും മക്കളും സാലിഹീങ്ങളാകാൻ ബുദ്ധിമുട്ടാണ്. മുത്തഖീങ്ങളുടെ ഇമാമാവണം എന്ന് ഖുർആൻ. അല്ലാഹു നമുക്ക് നന്മ നൽകട്ടെ.
അള്ളാഹു നമുക്ക് നന്മ നൽകട്ടെ, അള്ളാഹു നമുക്ക് നന്മ നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ ചുരുക്കുകയാണ്, നമ്മുടെ മക്കളെ നമ്മൾ ആ രീതിയിൽ വളർത്താൻ തയ്യാറാവണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ എന്റെ മകൻ എഞ്ചിനീയറിംഗിനായി തലപ്പാവ് കെട്ടി മുത്തല്യങ്ങളൊക്കെ പച്ചപ്പൊട്ടന്മാരുടെ മക്കളാന്ന് കരുതുന്ന ഒരു ലോകം ഉണ്ടാവും. കാരണം എന്താ, അവരൊക്കെ ദീൻ പഠിക്കാൻ വന്നു. നമ്മുടെ മക്കളോട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കൽ ബാധ്യതയുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു തആല പറയാണ്, 6 വയസ്സ് എനിക്ക് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എനിക്ക് കൃത്യമായി ചൊല്ലാൻ ഒരു ദിക്ർ പഠിപ്പിച്ചു തന്നു. എത്ര വയസ്സുള്ളപ്പോ? ഇങ്ങോട്ട് എത്ര വയസ്സുള്ളപ്പോ? 6 വയസ്സുള്ളപ്പോ ആര് പഠിപ്പിച്ചു കൊടുത്തു? പള്ളിക്കലെ മൂല്യാരല്ല എന്റെ വാപ്പ, പള്ളിക്കലെ മുക്രിയല്ല, എന്റെ വാപ്പ 6 വയസ്സ് പ്രായമുള്ളപ്പോ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നു. മോനെ അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയാ, എന്റെ വാപ്പ എനിക്ക് 6-ാമത്തെ വയസ്സിൽ ഒരു ദിക്ർ പഠിപ്പിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ അബ്ദുല്ലാഹ്, ഇത് നീ മുടങ്ങാതെ എപ്പോഴും ഈ ദിക്ർ ചൊല്ലണേ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, ആ ദിക്ർ ഞാൻ 8 വയസ്സ് വരെ 2 വർഷത്തോളം ആ ദിക്ർ ഞാൻ തുടർച്ചയായി ചൊല്ലി. വജഅല ഫീ ഖൽബി നൂറാ, അപ്പൊ എന്റെ ഹൃദയം പ്രകാശിക്കാൻ തുടങ്ങി. പിന്നെയും 2 വർഷം കൂടി ആ ദിക്ർ ഞാൻ ചൊല്ലി. അപ്പൊ എന്റെ ആത്മാവിന് പ്രകാശം ഉണ്ടാവാൻ തുടങ്ങി. 10 വയസ്സായപ്പോ ആ പെണ്ണുമോന്റെ ഹൃദയവും റൂഹും പ്രകാശിക്കാൻ തുടങ്ങി. ഇനി എങ്ങനെയാണ് അവനൊരു ഹിന്ദു പെണ്ണിനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരിക? അങ്ങനെ പ്രകാശിച്ച ഒരു പെണ്ണെങ്ങനെയാണ് വേറൊരുത്തരുടെ കൈ പിടിച്ചിട്ടിറങ്ങി പോവുക? എങ്ങനെയാണ് അവൾക്ക് ആ പാഠം മറക്കാൻ കഴിയുക? അവളുടെ ഹൃദയത്തിൽ നൂറായല്ലോ. ഹൃദയത്തിൽ നൂറില്ലാത്തത് കൊണ്ടാണ് മദീനയിൽ താമസിച്ചിട്ട് മുനാഫിക്കീങ്ങളെ നരകത്തിൽ പോയത്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവാ, അവരുടെ കണ്ണിന്റെ മുകളിലും അവരുടെ ഹൃദയത്തിൽ ഞാൻ സീൽ ചെയ്ത് കളഞ്ഞു. 10-ാമത്തെ വയസ്സിൽ ആ കുട്ടിയുടെ ഹൃദയത്തിലും പ്രകാശമായി, ആത്മാവിലും പ്രകാശമായി. ഏതാ ദിക്ർ? ആ ദിക്റാണ്. പഠിക്കാൻ കുറെ പാഠമുണ്ട്. ഈ പാഠം പഠിക്കാത്തതാണ് നമ്മുടെ ജീവിതം പുഴുത്തുപോയത്. ആ ദിക്റാണ് എന്റെ വാപ്പ എനിക്ക് 6-ാമത്തെ വയസ്സിൽ പഠിപ്പിച്ചു തന്ന ദിക്റാണ്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മടി. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മടി. മോനെ അബ്ദുല്ലാഹ്, അല്ലാഹു ഹാദിരി, അല്ലാഹ് നമ്മുടെ മുമ്പിൽ ഹാദിറാണ് മോനെ. അല്ലാഹു നാദിരി, അല്ലാഹ് നിന്നെ കാണുന്നുണ്ട് മോനെ. അല്ലാഹു ഷാഹിദി, നമ്മൾ എന്ത് ചെയ്താലും അല്ലാഹ് അതിന് സാക്ഷിയാണ് മോനെ. അല്ലാഹു മടി, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് മോനെ അബ്ദുല്ലാഹ്. അതുകൊണ്ട് അല്ലാഹ് കിട്ടപ്പെടാത്തതൊന്നും ചെയ്യരുതേ കൺമണിയെ എന്നെന്റെ വാപ്പ 6-ാമത്തെ വയസ്സിൽ എനിക്ക് പഠിപ്പിച്ചു തന്ന ദിക്റാണ്. നമ്മളിത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂല. കാരണം ഇത് അവനവൻ തന്നെ പറഞ്ഞാൽ കാഫിറാകും എന്നുള്ള വാദത്തിലാണ് നമ്മൾ. ഇത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂല. കാരണം ഇത് പള്ളിക്കലെ മൂല്യാർക്ക് കാശുണ്ടാക്കാനുള്ള ഉപാധിയാണെന്ന് നമ്മൾ പറഞ്ഞു പരത്തിയപ്പോ ഞാൻ പറയാണ്, പള്ളിക്കലെ മൂല്യാർക്ക് കാശോത്തിട്ട് നിങ്ങൾ ബേജാറാവണ്ട. ഇത് പള്ളിക്കലെ മൂല്യാരുടെ നെയ്ച്ചോറിന്റെ മാർഗമല്ല. പള്ളിക്കലെ മൂല്യാരോത്തിട്ട് ആരും ബേജാറാവണ്ട. കാരണം കോടിക്കണക്കിന് രൂപ വിറ്റ് വരുമാനമുള്ള കോടീശ്വരന്മാര് കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദുനിയാവില് ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്ത പള്ളിയിലെ മുഖ്യദേവരെ കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്ത ചരിത്രം കേരളത്തിൽ കേട്ടിട്ടില്ല. ഉണ്ടോ? ഞങ്ങൾ പറയും കേരളത്തിൽ വാർത്ത, ഞങ്ങൾ പറയും വിജയ് മല്യ ഓടി. ആരാ വിജയ് മല്യ? ഒരു പള്ളി മുക്രിയും നാട് വിട്ടു പോയിട്ടില്ല. എന്നാൽ ദുനിയാവിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആൾ എന്താ പറയാൻ വേണ്ടി? ദുനിയാവിലെ ഏറ്റവും ചെറിയ ശമ്പളം ബംഗാളിക്ക് പോലും 500 രൂപ. ഇപ്പൊ ബംഗാളി 600 കൊടുക്കാൻ ജോലിയുമില്ല. എന്നാലും പള്ളിക്കലെ മുക്രിക്കാക്കാടെ ഒരു ദിവസം 200 രൂപ ഒരു കണക്കൂട്ടുണ്ട്. ഞാൻ കണ്ണൂർ ഇപ്പൊ എടുത്ത് വാതിനൊക്കെ മുക്രിക്കാക്കായുടെ വെച്ച് ശമ്പളം എത്ര? 1500. ആ മനുഷ്യൻ എപ്പോഴും അദ്ദേഹം റാഹത്താണ്. അതുകൊണ്ട് പള്ളിക്കലെ മൂല്യാരെ കൈമടക്കോത്തിട്ട് ആരും ബുദ്ധിമുട്ടണ്ട. അത് അല്ലാഹു ഒരു വഴിയിൽ നടത്തുന്നുണ്ട്. അതിലാരും ബേജാറാവണ്ട. ഇത് അവനാന് വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. അല്ലെ പള്ളിക്കലെ മൂല്യാർക്ക് ജീവിക്കുണ്ടാക്കി കൊടുത്താൽ